1753 കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം. പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ പുരളീശ്വരന്മാർ എന്നും ഈ രാജവംശം അറിയപ്പെട്ടിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പരദേവതയായ മുഴക്കുന്നിൽ ശ്രീ മൃദംഗ ശൈലേശ്വരി ഭഗവതിയെ സാക്ഷിയാക്കി സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. തന്റെ വാക്ക് അവസാന ശ്വാസം വരെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. മലയാള മണ്ണിനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സംരക്ഷിക്കാൻ നടത്തിയ പഴശ്ശിരാജയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ലോകം മുഴുവനും പാട്ടാണ്. കേരളത്തിൽ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നത് അന്നത്തെ കാലത്ത് വിരളമായിരുന്നു. അതിന് തുടക്കം കുറിച്ചതും പഴശ്ശിരാജ തന്നെയാണ്. ആത്മാഭിമാനം അടിയറ വയ്ക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി വീരാവതാരമായി മാറി കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരായുള്ള പോരാട്ടമായിരുന്നു 1793 മുതൽ 1797 വരെ നീണ്ട ഒന്നാം പഴശ്ശി വിപ്ലവം. സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കമ്പനി കരമായി നിശ്ചയിച്ചത്. തുടർന്ന് ജനങ്ങളെയും അണിനിരത്തി പഴശ്ശി പ്രതിരോധം തീർത്തു. ഈ പ്രക്ഷോഭം പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടാക്കി മാറ്റി. പഴശ്ശിയെ കൊടുക്കാൻ നിരന്തര ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തെ മുട്ടുകുത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. വർഷങ്ങളോളം പടയൊരുക്കം നടത്തിയിട്ടും കമ്പനി പട്ടാളത്തിന് പഴശ്ശിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഒടുവിൽ പഴശ്ശിയെ തളയ്ക്കാൻ തലശ്ശേരി സബ് കളക്ടറായി ചുമതലയേറ്റ തോമസ് ഹാർവേ ബാബറെ കളത്തിലിറക്കി. നാട്ടുകാരിൽ നിന്ന് 1600 പേരെ അർദ്ധസൈനിക വിഭാഗമായി ബാബർ നിയോഗിച്ചു. കൂടെ ഒരു ഉത്തരവും ഇറക്കി. പഴശ്ശിരാജ, ബന്ധുക്കളും സഹായികളുമായ വീരവർമ്മരാജ, രവിവർമ്മരാജ, പ്രധാന പടയാളികൾ എന്നിവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് 8333 പഗോഡ വാഗ്ദാനം ചെയ്യുന്നതായിരുന്നു ഉത്തരവ്. ബാബറിന്റെ നീക്കം മനസ്സിലാക്കിയ പഴശ്ശിയും കൂട്ടരും മാവിലാത്തോട്ടിലേക്ക് പാലം നിർമ്മിച്ചു മാറി. മറുകരയിൽ എത്തിയതും പാലം നശിപ്പിക്കുകയും ചെയ്തു. 1805 നവംബർ 30 ബാബറും സംഘവും മാവിലാത്തോട്ടിന്റെ കരയിലെത്തി പാലം നിർമ്മിച്ച് മറുകരയിലെത്തി. എന്നാൽ അവിടെ അവർ കണ്ടത് പഴശ്ശിയുടെ ചേതനയറ്റ ശരീരമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. പഴശ്ശിയുടെ രാജ്യസ്നേഹം മനസ്സിലാക്കിയ ബാബർ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാനന്തവാടിയിൽ സംസ്കരിച്ചത്. രാജാവ് മരിച്ചുവെന്നതിന് 2 തരത്തിലുള്ള ചരിത്ര വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്ന്, ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടേണ്ടി വരുമെന്ന് വന്നതോടെ അദ്ദേഹം തന്റെ മോതിരത്തിൽ നിന്ന് വൈരക്കല്ല് പൊട്ടിച്ചു വിഴുങ്ങി മരണം വരിച്ചുവെന്നാണ്. മറ്റൊന്ന്, ഒറ്റുകാരുടെ ചതിയിൽപ്പെട്ട് കമ്പനി പട്ടാളത്തിന്റെ വെടിയേറ്റ് വീരമൃത്യു വരിച്ചുവെന്നതും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മലബാർ മേഖലയിൽ ഇന്നും അലയടിക്കുന്നുണ്ട്. കണ്ണൂരിലെ പഴശ്ശി സ്മൃതി മന്ദിരവും കോഴിക്കോട്ടെ പഴശ്ശിരാജ മ്യൂസിയവും പഴശ്ശിയുടെ ഓർമ്മകളെ വരും തലമുറയിലേക്ക് കൂടി പകരുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.